ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥ ഇന്നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥ നിൻ സാത്താരയിൽ നീ വന്നു വാഴണമേ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. സമാധാനത്തിന്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിന്റെ അല്ല. നിങ്ങളെന്നെ വിളിച്ചു വീക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. ഇന്നത്തെ വിശുദ്ധ പേര് പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുക. അന്നക്കുട്ടി ഫ്രാൻസിസ് തിരുനിലം, പൗളി ആന്റണി തറേപ്പറമ്പ്, ആൻഡ്രൂസ് വലിയ വീട്ടിൽ, ജൂലിയറ്റ് പീറ്റർ, ബാബു ചെറിയ കമറോത്ത്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ സുവിശേഷത്തിൽ ഈശോ സക്കേവൂസിന്റെ വീട്ടിലേക്ക് പോകുന്ന നാടകീയമായ രംഗം ലൂക്ക സുവിശേഷകന്റെ 19-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടും പൊക്കം കുറവായതുകൊണ്ട്, ജനക്കൂട്ടം വളരെ വലുതായതുകൊണ്ടും സാധിക്കാതെ ഈശോ വരുന്ന വഴി നേരത്തെ അറിഞ്ഞ് മുൻപേ ഓടിയ ഒരു സിക്കമേൻ മരത്തിൽ കയറി പാത്തിരിക്കുന്നു. സക്കേവൂസിന്റെ ഉദ്ദേശം യേശു എന്നെ കാണരുത്, എനിക്ക് യേശുവിനെ കാണണം, അതായിരുന്നു. സിക്കമോർ മരത്തിന്റെ താഴെ യേശു എത്തുന്നു. യേശു മുകളിലേക്ക് നോക്കിയ സക്കേവൂസിനോട് പറയുന്നു, ഇറങ്ങി വരിക, നിന്റെ വീട്ടിലേക്കാണ് ഞാൻ വരിക എന്ന് പറയുന്നു. വളരെ പ്രയാസപ്പെട്ട് സിക്കമോർ മരത്തിൽ കയറിയ സക്കേവൂസ് യേശുവിൻ്റെ ഈ വാക്ക് കേട്ട് പെട്ടെന്ന് പിടിവിട്ട് താഴെ വീണ് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ചുക്കു എന്ന് പറഞ്ഞ് താഴെ വീണ്. മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ഈശോ വന്ന് പരസ്യമായിട്ട് പറഞ്ഞു. സക്കേവൂസിൻ്റെ കൂടെ ഈശോ വീട്ടിലേക്ക് പോകുന്ന വഴി ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സക്കേവൂസ് നികുതി പിരിവുകാരനായതുകൊണ്ട് മഹാപാപിയായിട്ടാണ് സക്കേവൂസിനെ ജനക്കൂട്ടം വിധിച്ചിരുന്നത്. അപ്പോൾ നികുതി പിരിക്കുന്നത് കൂടുതൽ പിരിക്കുന്നു, സ്വയമേ എടുക്കുന്നു എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സക്കേവൂസ് അതെല്ലാം. യേശു സക്കേവൂസിൻ്റെ കൂടെ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ വലിയ വിമർശനം. കാരണം മഹാപാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ യേശു പോകാൻ പാടില്ല എന്ന് സമൂഹത്തിലെ വിശുദ്ധരായ വ്യക്തികൾ അന്ന് വിധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈശോ സക്കേവൂസിൻ്റെ കൂടെ പോയി. സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ പോകുന്നത് ഭക്ഷണം കഴിക്കാനായിരുന്നില്ല. സക്കേവൂസിൻ്റെ വീട്ടിൽ പോയി. സക്കേവൂസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചോ ഇല്ലയോ എന്നറിയില്ല. സക്കേവൂസിന് മാനസാന്തരം ഉണ്ടാകുന്നു. അപ്പം സക്കേവൂസ് അന്ന് വരെ അമിതമായി ശേഖരിച്ച സ്വത്തിൻ്റെ പകുതി ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ സാന്നിധ്യത്തിൽ സക്കേവൂസ് എല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. ഈശോ സക്കേവൂസിനോട് പറയുന്നു, ഈ കുടുംബം ഇന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ആശീർവാദമെല്ലാം കൊടുത്ത് ഈശോ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈശോയുടെ കാലത്തും കുറ്റം വിധിക്കുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു.
നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരിയാണ് കുറ്റം. സമൂഹ മാധ്യമങ്ങളാണ് കുറ്റം വിധിക്കുക. ഒരാൾ, ഒരു മന്ത്രി, ഒരു MLA, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കുറ്റവാളിയാണ്, കുറ്റവാളിയെന്ന് വിധിക്കേണ്ടത് കോടതിയാണെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾ ആരോപണത്തിൽ പെട്ടു എന്ന് പറഞ്ഞ കുറ്റവാളിയല്ല, അദ്ദേഹം കോടതിയിൽ വന്ന് വിചാരണയിലൂടെ വാദിഭാഗവും പ്രതിഭാഗവും തെളിവുകളും സാക്ഷികളും നിരത്തി വിധി പ്രസ്താവിക്കുമ്പോൾ മാത്രമാണ് കുറ്റവാളിയാവുക നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ. അല്ലാതെ ആരോപണ വിധേയര് കുറ്റവാളിയാണെന്ന് പറയാൻ സമൂഹത്തിൽ ഇപ്പോൾ കോടതിയും വക്കീലും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമത്തിലെ പ്രധാനപ്പെട്ട ആളാണ് കുറ്റവാളിയാക്കുക, അല്ലെ മെത്രാന്മാരെയും കന്യാസ്ത്രീ അമ്മമാരെയും മന്ത്രിമാരെയും MLA ഒക്കെ ഇന്ന് വിധിക്കുന്ന ഒരു ശൈലി കൂടി വരികയാണ്. അപ്പോൾ വിധി പറയാൻ നമ്മളാരും അവകാശികളെ ദൈവമാണ്. സമൂഹത്തിൽ കോടതിയാണ് കുറ്റവാളിയായിട്ടൊരാളെ വിധിക്കേണ്ടത്. അപ്പോൾ സംശയം പറയുകയോ ആരോപണം ഉന്നയിക്കുകയോ തെളിവുകൾ സാക്ഷികളൊക്കെയാണ് അതിലേക്ക് വരിക. അപ്പോൾ ഈശോയും അന്ന് സഖ്യവൂസിൻ്റെ കൂടെ പോയപ്പോൾ വളരെ കമൻ്റ് ഈശോ കിട്ടിക്കാണും. മഹാഭാവിയുടെ കൂടെ ദൈവപുത്രൻ പോകുന്നു എന്നൊക്കെ. ഈശോ അങ്ങനെ പോയതല്ല. മഹാഭാവിയെ നീതിമാനായിട്ട് ഈശോ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാണെന്നുള്ള ഈശോയുടെ സാന്നിധ്യം സഖ്യവൂസിന് മാനസാന്തരം ഉണ്ടാവുകയും സഖ്യവൂസ് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷം. അപ്പം നമ്മുടെ ഇവിടെ സഖ്യവൂസിൻ്റെ മാനസാന്തരത്തിൽ ഈശോ പറയുക കുടുംബം രക്ഷപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കുടുംബനാഥൻ്റെ മാനസാന്തരത്തെ കുടുംബത്തിൻ്റെ രക്ഷപ്പെടലായിട്ടാണ് ഈശോ കാണുക. കുടുംബനാഥൻ്റെ മാനസാന്തരം കുടുംബത്തിൻ്റെ പൊതുവായ മാനസാന്തരമായിട്ട് കാണുന്നു. അപ്പോൾ കുടുംബനാഥനാണ് മാനസാന്തരപ്പെടേണ്ടത്, കുടുംബനാഥനാണ് രക്ഷപ്പെടേണ്ടത്. അതിലൂടെ കുടുംബവും രക്ഷപ്പെടുന്നുവെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കുടുംബനാഥന്മാരുടെ മാനസാന്തരത്തിലേക്ക് കൂടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യാം. ദിവ്യരഹസ്യം ഒരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ കനിയണമേ കർത്താവേ കനിയണമേ 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 കർത്താവേ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളിൽ കനിയണമേ 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 കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവനായ അങ്ങേക്ക് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ അർപ്പിക്കുമ്പോഴാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ
കർത്താവ് എന്നോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുകയില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമായിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലെവദാഖ്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുൾ ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാത്ത മനദോഷകനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നിർഗുഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകയാൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നവന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്തെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്തെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. വിജയം വരിക്കുന്നവനെ എന്നോടൊത്തെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വിജയം വരിക്കുന്നവന് എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. വിജയം വരിക്കുന്നവന് എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്നവൻ. വിജയം വരിക്കുന്നവന് എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. നഷ്ടം സഹിച്ചും പ്രതിജ്ഞത നിറവേറ്റിയും കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷകന് കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. വിജയം വരിക്കുന്നവന് എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ചതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ
ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേബൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തുടക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവിടുത്തെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെരുപിരിച്ചു, ഇയാൾ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേബൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. മനസ്സൊരുങ്ങി നാദാ കാഴ്ചയേകാനായി ഒരുമയോടെ ബലിയിൽ ഒന്നു ചേരാനായി മനസ്സൊരുങ്ങി നാദാ കാഴ്ചയേകാനായി ഒരുമയോടെ ബലിയിൽ ഒന്നു ചേരാനായി ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ കൈകളിലേക ജീവിതം കാഴ്ചയായേക ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ മനസ്സൊരുങ്ങി നാദാ കാഴ്ചയേകാനായി ഒരുമയോടെ ബലിയിൽ ഒന്നു ചേരാനായി. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമ പ്രഭാവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തവൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച്
അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപരാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹത്വവും ബഹുമതിയും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലും മായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അവിടുന്ന് ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ തിരിയാത്ത സ്നേഹമായി, തീരാത്ത സ്നേഹമായി നീ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ആത്മാവിനാനന്ദം അറിഞ്ഞു നിന്റെ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എളിമയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാറാവി, നിന്റെ സന്നിധിയിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടതായി ലോകത്തിൽ കേൾക്കപ്പെട്ട കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർച്ചെന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.